മൻസൂർ, കുതിരയെ താഴേക്ക് നിർത്തൂ, ഞാൻ ചാടാൻ പോന്നു. മൻസൂർ, കുതിര വിട്. എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നേരെ എത്രയായി? പാതിരാത്രി കഴിഞ്ഞിട്ടുണ്ടാവും. ചതിച്ചല്ലോ ദൈവമേ. നിങ്ങൾ എന്ത് പണിയാ കാണിച്ചു എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട്? ദ്രോഹി. ഞാൻ കൃത്യം വിളിക്കും, കിടന്നോളൂ. 2 വട്ടം ചൂളം വിളിക്കുമെന്നാണല്ലോ ആമനത്താത്ത പറഞ്ഞത്. എന്തേ, അത് മറന്നോ? മറന്നു. എടുത്തു ചാടിയ ചിലപ്പോ കൈയും കാലും മാത്രമല്ല, കഴുത്തോടി. ആ രാത്രിയിൽ കൊമ്പനാലിയുടെ കോട്ടയ്ക്ക് പുറത്ത് മറ്റൊരുത്തൻ വന്നു. അതല്ലേ വിധിയുടെ വൈചിത്ര്യം. അടിമ വ്യാപാരിയുടെ വീട്ടിൽ കടന്നാൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും കിട്ടാതിരിക്കില്ല എന്ന് വിചാരിച്ച് കയറിക്കൂടാൻ വഴിനോക്കി നടക്കുമ്പോഴായിരുന്നു ജനാലയ്ക്കൽ നമ്മുടെ പെൺകുട്ടി ദയ. വാടിങ്ങോട്ട്. ഓർക്കാതിരിക്കുമ്പോ വീണ് കിട്ടിയ മുതലാണിതുമ്മ. ശരിക്കും പണിയെടുപ്പിക്കണം. ഒറ്റക്കിരുന്ന് മടുത്തു എന്നല്ലേ എന്നും ഉമ്മയുടെ പരാതി. ഞാൻ പോയി വരാം. നീ ഇങ്ങോട്ടാ ഇപ്പൊ തന്നെ? ഉമ്മ പോവാതെ പറ്റില്ല. അവരൊക്കെ വഴിയമ്പലത്തിനടുത്ത് കാത്തു നിൽക്കാവും. ഇത് പരിപാടിയിൽപ്പെട്ടതായിരുന്നില്ല. ഞങ്ങൾ വലിയൊരു സ്ഥലത്ത് കയറാൻ കണ്ടുവച്ചതായിരുന്നു. അത് മാറ്റിവെക്കാൻ പറ്റില്ല. കൂട്ടുകാരെന്ത് വിചാരിക്കും? പോയി ജയിച്ചു വാ. ശരി ഉമ്മ. എന്റെ മോനായതുകൊണ്ട് വലുപ്പം പറയല്ല. അവന് തുറക്കാൻ പറ്റാത്ത ഒരു കോട്ടയും കൊത്തളും ഇല്ല ഈ ഭൂമിയിൽ. ഇവിടെ 9 പേരുണ്ട് കൂടെ. അവനെ പോലെ മിടുക്കം മക്കൾ. ഒരു കാവൽപ്പടയ്ക്ക് അവരെ കിട്ടില്ല. എന്റെ മോൻ അവരിട്ടിരിക്കണ പേരെന്തെന്നറിയോ? മിന്നൽ ജവാൻ. ഇന്നിവിടെ കട്ട, നാളെ വേറെ നാട്ടിൽ. അവൻ ഏതാ വീരൻ. ഉമ്മയുടെ ഭാഗ്യം. എന്നാലും തനിച്ചിവിടെ എങ്ങനെയാ കഴിയുന്നത്? വേണ്ടതൊക്കെ അവൻ കൊണ്ടുവരും. എന്നാലും തനിച്ചിരിക്കുമ്പോ അല്പം മടുപ്പ് തോന്നും. 2-3 കൊല്ലം കൂടി എന്റെ മോൻ ഈ തൊഴിലെടുക്കൂ. അത് കഴിഞ്ഞ് പട്ടണത്തിൽ വീട് വാങ്ങി അങ്ങോട്ട് താമസം മാറ്റും. അപ്പോഴേക്കൊരു കല്യാണമൊക്കെ നടത്തണം. ഹായ്, നല്ല മാല. അതേ, അവനൊരു അമീറിന്റെ വീട്ടിൽ കയറിയപ്പോ കിട്ടിയതാ. കക്കാമിടുക്കനാണെങ്കിലും ചെക്കന അതൊരു പാവാ. അവന്റെ നോട്ടം ഞാൻ ശ്രദ്ധിച്ചു. നിന്നെ ബോധിച്ചിരിക്കുന്നു. ഇവിടെ പണിയെടുത്ത് നന്നായി നിന്നാ ചിലപ്പോ ആ വലിയ ഭാഗ്യം നിനക്കുണ്ടായിക്കൂടുന്നില്ല. ഇവിടെ കുളിമുറി ഉണ്ടോ? എനിക്കൊന്ന്. എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് പെണ്ണേ. രാജപദവിയിലല്ലേ ഞങ്ങൾ കഴിയുന്നത്.
അയ്യോ ഉറങ്ങിക്കോളൂ. ഏന് കടിച്ചിട്ട് ഉറക്കമേ വരുന്നില്ല. ഞാൻ നോക്കാം, കിടന്നോളൂ. ഉറങ്ങിക്കോളൂ, ഉറങ്ങിക്കോളൂ. ഒച്ചയുടെ നോക്കിയാ ഇത് കൊണ്ടേ കൊടുക്കും. പിന്നെ മിന്നൽ ജവാനൊരു വീരമാതാവ് ഉണ്ടാവില്ല. പട്ടുകച്ചവടക്കാരന്റെ വീട് അടുത്ത ആഴ്ച. ഇത് വിചാരിച്ചത്ര നന്നായില്ല.